കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ കൊല ചെയ്യപ്പെട്ട ഡോക്ടർ വന്ദന ദാസിന്റെ ഓർമ്മകൾക്ക് ഇന്ന് 1 വയസ്സാവുകയാണ്. വന്ദനയുടെ വേർപാട് ഇപ്പോഴും വിശ്വസിക്കാനാവാതെ കഴിയുകയാണ് അച്ഛൻ മോഹൻദാസും അമ്മ വസന്തകുമാരിയും. മകളുടെ മരണത്തിൽ ഇപ്പോഴും നീതി തേടിയുള്ള പോരാട്ടത്തിലാണ് ഈ അച്ഛനും അമ്മയും. ഒരു വർഷത്തെ തീരാവേദന ഈ കണ്ണുനീരിലുണ്ട്. അത് ഈ ജന്മം തോരില്ലെന്ന് ഈ അച്ഛൻ പറയുന്നു. കഴിഞ്ഞ ഒരു വർഷം എങ്ങനെ തള്ളി നീക്കിയെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഉറക്കം വരാത്ത, വിശപ്പില്ലാത്ത, മാനസികമായിട്ട് സംഘർഷം ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടായിട്ടുള്ളത്. ഒരു വർഷമല്ല, അത് ആയുസ് മുഴുവനും അനുഭവിക്കാനുള്ള ദുഃഖങ്ങളും സങ്കടങ്ങളും ബുദ്ധിമുട്ടുകളും ഞാനും എൻ്റെ വൈഫും എൻ്റെ കുടുംബാംഗങ്ങളും അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന് സമാനമായ ഒരു പോംവഴിയും നമ്മളോട് ആർക്കും പറയാൻ സാധിച്ചിട്ടില്ല. അങ്ങനെ ആരെന്ത് പറഞ്ഞാലും നമുക്കത് മറക്കാനോ സഹിക്കാനോ പറ്റുന്ന ഒരു കാര്യമല്ല. മറ്റാർക്കും വിശ്വസിക്കാനാകാത്ത അനുഭവത്തിലൂടെയാണ് ഈ അച്ഛന്റെയും അമ്മയുടെയും യാത്ര. വന്ദനമോൾ എപ്പോഴും കൂടെയുണ്ട്. കേസിൽ CBI അന്വേഷണം വേണമെന്ന ആവശ്യം മുന്നോട്ട് വെച്ചെങ്കിലും സംസ്ഥാന സർക്കാർ ഇപ്പോഴും മുഖം തിരിഞ്ഞു നിൽക്കുകയാണ്. പക്ഷേ ആയുസുള്ള കാലത്തോളം പൊന്നുമോൾക്ക് നീതി കിട്ടാൻ വേണ്ടി പോരാടുമെന്ന് ഈ മനുഷ്യൻ പറയുന്നു. നീതി ലഭിക്കും എന്നുള്ള ഉറച്ച വിശ്വാസം ഞങ്ങൾക്കുണ്ട്. ഇന്ത്യയിലെ നീതിന്യായ വ്യവസ്ഥയിൽ ഞങ്ങൾക്ക് എപ്പോഴും വിശ്വാസമുണ്ട്. അതിൽ വിശ്വസിക്കുകയും നീതി ലഭിക്കുകയും അല്പം ദിവസം താമസിച്ചാൽ ലഭിക്കുകയും എന്നുള്ള ഒരു പൂർണ്ണ വിശ്വാസം ഞങ്ങൾക്കുണ്ട്. അതിന് ഞങ്ങൾക്ക് രണ്ടുപേർക്കും അല്ലെങ്കിൽ ഞങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും ആയുസ്സും ആരോഗ്യമുള്ളത്തോളം കാലം ഞങ്ങൾ അതിനുവേണ്ടി ശ്രമിക്കും. അത് ഞങ്ങൾ അതിനുള്ള പ്രതിവിധിയായിട്ട് അതിനുള്ള ഉത്തരം കണ്ടെത്തും. ഇതിലൊക്കെ എന്തൊക്കെ നിഗൂഢതകളൊക്കെ ഉണ്ടോ അതെല്ലാം വെളിച്ചത്ത് കൊണ്ടുവരും എന്നുള്ള ഉറച്ച വിശ്വാസത്തിലാണ് ഞങ്ങൾ ഇപ്പോൾ മുൻപോട്ട് പോകുന്നത്. ഡോക്ടർ വന്ദനയുടെ സ്വപ്നം പോലെ പാവപ്പെട്ടവർക്ക് സൗജന്യ ചികിത്സ നൽകാനുള്ള ഒരു കേന്ദ്രം ഒരുക്കുന്ന തിരക്കിലാണ് അച്ഛനും അമ്മയും. തൃക്കുന്നപ്പുഴയിലെ കടലോരത്ത് വസന്തകുമാരിയുടെ സ്ഥലത്ത് ഡോക്ടർമാരായ സുഹൃത്തുക്കളുടെ സഹായത്തോടെ വൈകാതെ ഈ ക്ലിനിക്ക് യാഥാർത്ഥ്യമാകും. നീതി കിട്ടിയില്ല എന്നുറച്ചു വിശ്വസിക്കുന്ന ഒരു അച്ഛനും അമ്മയുമാണ് പട്ടാളമുക്കിലെ ഈ വീട്ടിനുള്ളിൽ കഴിഞ്ഞ 1 വർഷമായി നീറിക്കഴിയുന്നത്. സംസ്ഥാന സർക്കാർ ഒന്ന് മനസ്സ് വെച്ചാൽ ഇവർക്ക് അല്പം ആശ്വാസം ലഭിക്കും. കോട്ടയത്ത് നിന്ന് G. ശ്രീജിത്ത്, News 18.